നിരവധി മാറ്റങ്ങളിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ 4ാം വൻകിട ശക്തിയായി ഇന്ത്യ മുന്നേറുകയാണ്. ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നീതി ആയോഗ് എന്ന സുപ്രധാനമായ ഒരു സംഘടനയാണ്. 2015 ആരംഭിച്ച നീതി ആയോഗ് സുസ്ഥിര വികസനം, കാർഷിക വികസനം, വ്യാവസായിക വികസനം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ നിരവധി മേഖലകളിൽ പഠനങ്ങളും ഗവേഷണങ്ങളും കരട് മാതൃകകൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ നേതൃത്വപരമായ പ്രവർത്തനങ്ങളാണ് നീതി ആയോഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ഒക്കെ നടത്തുന്ന നിരവധി പരീക്ഷകളിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. നീതി ആയോഗിനെക്കുറിച്ചും നീതി ആയോഗിനെ സംബന്ധിച്ച് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ചെറു വീഡിയോയിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ ചെറു വീഡിയോയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും അക്രഡൻസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായാലും നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആയിരത്തി 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായത്. ആ പ്ലാനിംഗ് കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് 12 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. എന്നാൽ പഞ്ചവത്സര പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി നിർത്തലാക്കപ്പെട്ടു. അതിന് പകരം ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായ നീതി ആയോഗ് എന്ന സ്ഥാപനമാണ്. 65 വർഷത്തെ സാമ്പത്തിക ആസൂത്രണമാണ് ഈ നീതി ആയോഗിൻ്റെ വരവോടുകൂടി ഇല്ലാതായത്. വളരെ സുപ്രധാനമായ നിരവധി പരിപാടികളും നേതൃത്വപരമായ പ്രവർത്തനങ്ങളുമാണ് നീതി ആയോഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്, പ്ലാനിംഗ് കമ്മീഷനായിരുന്നു പഞ്ചവത്സര പദ്ധതികൾക്ക് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ പണം ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ നീതി ആയോഗ് വന്നതോടുകൂടി അത്തരത്തിൽ ഫണ്ട് അലോക്കേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാതായി. അതിനു പകരം പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് ആവശ്യമായ പഠനങ്ങൾ നടത്തുക, ഗവേഷണങ്ങൾ നടത്തുക, അതിനാവശ്യമായ കരട് രൂപങ്ങൾ ഉണ്ടാക്കുക, പലതരത്തിലുള്ള ഇൻഡെക്സുകൾ ഉണ്ടാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് 2015 രൂപീകൃതമായ നീതി ആയോഗ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു തിങ്ക് ടാങ്ക് സംഘടനയാണ്. അതായത് പല രാജ്യങ്ങളിലും തിങ്ക് ടാങ്ക് സംഘടനകൾ നിലവിലുണ്ട്. അതായത് രാഷ്ട്രീയ മേഖലകൾ, സാമൂഹ്യ നയത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയ തന്ത്രത്തെക്കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് തുടങ്ങിയ മേഖലകളെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ഗവേഷണങ്ങൾ നടത്തുകയും അത് നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന സംഘടനകളെയാണ് തിങ്ക് ടാങ്ക് സംഘടന എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം സംഘടനകൾ ചില രാജ്യങ്ങളിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നു, ചില രാജ്യങ്ങളിൽ NGO തലത്തിലാണ് പ്രവർത്തിക്കുന്നത്, ചില രാജ്യങ്ങളിൽ സ്വകാര്യ സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് സംഘടനയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് കോമ്പറ്റിറ്റീവ് ഫെഡറലിസത്തിലും കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിലും പ്രവർത്തിക്കുന്നതാണ്. എന്താണ് കോമ്പറ്റിറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ, മത്സര ഫെഡറലിസത്തിലൂടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുകയും അതിനായി നിരവധി തരത്തിലുള്ള ഇൻ്റർഫിയറൻസ് നടത്തുകയും ചെയ്യുന്നതിനെയാണ് കോമ്പറ്റിറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്.
ഇതിനാവശ്യമായി സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായും അവിടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി പലതരത്തിലുള്ള ഇൻഡെക്സുകൾ, അതായത് സുസ്ഥിര വികസന ഇൻഡെക്സ്, ഹെൽത്ത് ഇൻഡെക്സ് തുടങ്ങിയ നിരവധി ഇൻഡെക്സുകൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന പ്രവർത്തനമാണ് കോമ്പറ്റിറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. എന്നാൽ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് ശക്തമായ സംസ്ഥാനങ്ങളിലൂടെ ശക്തമായ ഒരു രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം പ്രവർത്തിക്കുന്നത്. അതായത് പ്രവർത്തനങ്ങളിൽ സംസ്ഥാനങ്ങൾക്കാവശ്യമായ ഇൻപുട്ട് ഇല്ലെങ്കിൽ എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവരെ എല്ലാ തരത്തിലും സഹായിക്കുന്ന ഒരു സംവിധാനത്തെയാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. നീതി ആയോഗ് ഞാൻ പറഞ്ഞതുപോലെ 2015 ജാനുവരി 1-ാം തീയതിയാണ് രൂപീകൃതമായത്. ഇതിന് പ്രധാനമായും നമ്മൾ അതിൻ്റെ ഒരു ഔദ്യോഗിക സംവിധാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട്. ആ ഗവേണിംഗ് കൗൺസിലിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അതാത് ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിമാരായിരിക്കും. ഇതിനൊരു വൈസ് ചെയർമാനെ പ്രധാനമന്ത്രി നിയോഗിക്കുന്നതാണ്. ഈ ഗവേണിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശത്ത് ലഫ്റ്റനൻറ്റ് ഗവർണർമാർ ഉൾപ്പെടുന്ന ഒരു കൗൺസിലിനെയാണ് ജനറൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഇതിന് പുറമേ പ്രാദേശിക കൗൺസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളെയോ ഒരു മേഖലയോ ബാധിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളെയും തർക്കങ്ങളെയും പരിഹരിക്കുന്നതിനായും ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനുമായി പ്രാദേശിക കൗൺസിൽ ഉണ്ടായിരിക്കും. ഞാൻ ഈ കൗൺസിൽ എന്ന് പറയുമ്പോൾ കൗൺസിലിൽ പ്രധാനമായും ഒരു പ്രധാനമന്ത്രിയെ കൂടാതെ ഒരു വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫുൾ ടൈം അംഗങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ പാർട്ട് ടൈം വിവിധ മേഖലകളിൽ വിദഗ്ധരായ പാർട്ട് ടൈം അംഗങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, അതായത് കേന്ദ്ര മന്ത്രിസഭയിലെ 4 മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടായിരിക്കും. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും. ഇതിനാവശ്യമായ ഒരു സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കും. ഇതാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ സംബന്ധമായ സംവിധാനം എന്ന് പറയുന്നത്. പല പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആരാണ് വൈസ് ചെയർമാൻ, ആരാണ് ചെയർമാൻ, കൗൺസിൽ അംഗങ്ങളിൽ ഫുൾ ടൈം അംഗങ്ങൾ മാത്രമാണോ, പാർട്ട് ടൈം അംഗങ്ങളുമുണ്ടോ, ആരാണ് സിഇഒ തുടങ്ങിയ ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് നീതി ആയോഗിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചാണ്. നീതി ആയോഗ് ഫലപ്രദമായ ഭരണത്തിന് വേണ്ടി 7 പില്ലറുകൾ ഇല്ലെങ്കിൽ 7 പില്ലേഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ജനപക്ഷം, ദാറ്റ് ഈസ് പ്രോ പീപ്പിൾ, പ്രവർത്തനം പ്രോ ആക്ടിവിറ്റി, 3 പങ്കാളിത്തം അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ, 4 ശാക്തീകരണം ഇല്ലെങ്കിൽ എംപവറിങ്, 5 എല്ലാവരെയും ഉൾക്കൊള്ളൽ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ഓഫ് ആൾ, 6 സമത്വം അല്ലെങ്കിൽ ഇക്വാളിറ്റി, 7 സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പറൻസി. ഇങ്ങനെയുള്ള 7 പില്ലേഴ്സ് ആണ് ഈ നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമതലങ്ങളിൽ നിന്നും വരുന്ന വികസന പദ്ധതികളെ കൺസോളിഡേറ്റ് ചെയ്ത് മുകൾ തലങ്ങളിലേക്ക് എത്തിച്ച് അതിന് അംഗീകാരം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതുപോലെ സാമ്പത്തിക വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെയും പ്രദേശങ്ങളെയും ഒക്കെ സഹായിക്കുക. ദീർഘകാല നയങ്ങൾക്ക് ആവശ്യമായ തന്ത്രങ്ങൾ രൂപീകരിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ നയരൂപീകരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അതിനാവശ്യമായ ഇൻപുട്ടുകളും ലഭ്യമാക്കുക. അതുപോലെ തന്നെ നവീകരണത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യയ്ക്കും അതിനാവശ്യമായ പ്രോട്ടോടൈപ്പുകൾക്കും പ്രാധാന്യം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് നീതി ആയോഗിന് ഉള്ളത്.
ഇനി ഇതിൻ്റെ പ്രവർത്തനത്തിന് പ്രധാനമായും 39 ഡിവിഷനുകളാണുള്ളത് സെക്രട്ടേറിയറ്റിൽ. അതായത് അഡ്മിനിസ്ട്രേഷൻ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ടെക്നോളജി, അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, അതുപോലെ ഇലക്ട്രിക് മൊബിലിറ്റി, ഗവേണൻസ്, ഗ്രീൻ ട്രാൻസിഷൻ, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഇൻഡസ്ട്രി, ഇൻഫർമേഷൻ, IT, അതുപോലെ തന്നെ ഐലൻഡ് ഡെവലപ്മെൻറ്റ്, പാർലമെൻ്ററി ആൻഡ് കോർഡിനേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, റൂറൽ ഡെവലപ്മെൻറ്റ്, MSME തുടങ്ങിയ 39 മേഖലകളിലാണ് ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിലവിലെ ഗവേണിംഗ് കൗൺസിലിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അതാത് കാലഘട്ടങ്ങളിലെ പ്രധാനമന്ത്രിമാരായിരിക്കും ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ കെ ബെറി എന്ന വ്യക്തിയാണ്. വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യൻ. BVR സുബ്രഹ്മണ്യനാണ് നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു, അതുപോലെ തന്നെ ആദ്യത്തെ CEO ആരായിരുന്നൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗിരി ആയിരുന്നു, നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ. ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് സിന്ധു ശ്രീ ഖുള്ളർ എന്ന വ്യക്തിയായിരുന്നു. അതായത് സിന്ധു ശ്രീ ഖുള്ളർ ആയിരുന്നു ആദ്യത്തെ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ നീതി ആയോഗിനെ സംബന്ധിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷനും UPSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നബാർഡും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ നടത്തി വരുന്ന വിവിധ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നത്. ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ 2025 വരെ നടത്തിയ വിവിധ പരീക്ഷകളിൽ നിന്നും ചില ചോദ്യങ്ങളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് സാധാരണ 10ലധികം ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10%-ലധികം ചോദ്യങ്ങൾ നീതി ആയോഗിനെ സംബന്ധിച്ച് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2025 നടത്തിയ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഞാൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ കോമ്പോസിഷൻ ഓഫ് നീതി ആയോഗ്? 4 ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. 1, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. 2, നീതി ആയോഗ് ഹാസ് എ ഫിക്സഡ് 5-year tenure. 3, ഗവേണിംഗ് ബോഡി ഓഫ് നീതി ആയോഗ് ഇൻക്ലൂഡ്സ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ആൾ സ്റ്റേറ്റ്സ്. 4, നീതി ആയോഗ് ഈസ് ആൻ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അപ്പോൾ അതിനകത്ത് ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ സമയക്കുറവ് കാരണം ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ 1, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും എപ്പോഴും ചെയർമാനായി വരുന്നത്. അത് ശരിയായ ഉത്തരമാണ്. 2, നീതി ആയോഗ് ഹാസ് എ ഫിക്സഡ് 5-year ടെന്യൂർ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ടെന്യൂർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഗവേണിംഗ് ബോഡി ഓഫ് നീതി ആയോഗിനകത്ത് എല്ലാ മുഖ്യമന്ത്രിമാരും അതുപോലെ കേന്ദ്രഭരണ പ്രദേശത്ത് ലെഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉൾപ്പെടും എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അതുപോലെ നീതി ആയോഗ് ഇസ് ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. അതായത് ഇതിനകത്ത് B, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. സോ ആൻസർ ഈസ് B. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് 2023 പരീക്ഷയ്ക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നീതി ആയോഗ്സ് ആക്ടിവിറ്റീസ് ഈസ് കറക്റ്റ് ഓർ അറക്റ്റ് ഒന്നിലധികം ഉണ്ടെങ്കിൽ ആർ കറക്റ്റ്. 1, പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്ക്, ഫൈനലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് അലോക്കേഷൻ ടു സ്റ്റേറ്റ്സ്. 3, നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. അതിനകത്ത് തെറ്റ് എന്ന് പറയുന്നത്
രണ്ടാമത്തതാണ്, അതായത് ബി ആണ്. അതായത് ഒരിക്കലും നീതി ആയോഗ് അല്ല വിവിധ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായി ഇല്ലെങ്കിൽ ലഭ്യമാക്കേണ്ട പണത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ ഫണ്ടിനെക്കുറിച്ച് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ ഫിനാൻസ് കമ്മീഷനെ സംബന്ധിച്ച് ഫിനാൻസ് കമ്മീഷനായിരുന്നു, അതായത് 2015 വരെ നിലവിലുണ്ടായിരുന്ന ഫിനാൻസ് കമ്മീഷനായിരുന്നു ഫണ്ട് അലോക്കേഷൻ തീരുമാനിക്കപ്പെട്ടിരുന്നു എങ്കിൽ, പക്ഷേ നീതി ആയോഗിനെ സംബന്ധിച്ച് ഫിനാൻസ് അലോക്കേഷൻ തീരുമാനിക്കപ്പെടുന്നത് നീതി ആയോഗ് അല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എയും സിയുമാണ് ശരി, ബി ശരിയായ ഉത്തരമല്ല. പിന്നെ സംബന്ധിച്ച് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സൂപ്പർവൈസ് 2025 നടത്തിയ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ ഒരു ചോദ്യമാണ്. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് സെൻട്രലിസ്റ്റ് പ്ലാനിങ് ആൻഡ് റിസോഴ്സ് ആൻഡ് സ്റ്റേറ്റ് ഓട്ടോണമി, അതായത് ഇറ്റ് ഫോക്കസ്, നിങ്ങൾ സമയക്കുറവ് തന്നെ കൂടുതൽ വായിക്കുന്നില്ല. ഇതിനകത്ത് സി, അതായത് ഇറ്റ് ഫോസ്റ്റർ സെൻട്രൽ സ്റ്റേറ്റ് കൊളാബറേഷൻ ആൻഡ് സ്റ്റേറ്റ് സ്പെസിഫിക് പോളിസീസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പീരിയൻസ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. അതായത് പിന്നെ ഒരു ഹെൽത്തി കോൺട്രിബ്യൂഷനിലൂടെ അല്ലെങ്കിൽ ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു മാർഗ്ഗമാണ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. അതിനകത്ത് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് സെൻട്രൽ കൺട്രോൾ ചെയ്യുന്നതിലാണോ, അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ, അത് സ്റ്റേറ്റ് പവേഴ്സിനെ നമ്മൾ കുറയ്ക്കുന്നതാണോ, യൂണിഫോം പോളിസി എല്ലാ സ്റ്റേറ്റുകൾക്കും ആവശ്യമായ ഒരു ഏകകണ്ഠമായ ഒരു നയം രൂപീകരിക്കുന്നതിലാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ബി മാത്രമാണ് ഇതിനകത്ത് ഉത്തരം ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമെന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് നീതി ആയോഗ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് റീപ്ലേസസ് 5-year plans with a long-term policy framework. It allocates central funds. It allows knowledge and hub. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ് എൻ്റെ ശരി. അതായത് ബി എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഒന്നും ബിയും ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സെൻട്രൽ ഫണ്ടുകൾ അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന ഏജൻസി അല്ല നീതി ആയോഗ്. അതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും ആ സെൻട്രൽ ഫണ്ട് അവതരിപ്പിക്കുന്ന ഏജൻസി അല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ബി ആണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. പിന്നെ ഇതിനായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമെന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? നീതി ആയോഗിൻ്റെ ലക്ഷ്യം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും രാജ്യത്ത് സഹകരണ ഫെഡറലിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. നീതി ആയോഗിൽ 8 മുഴുവൻ സമയ അംഗങ്ങളുണ്ട്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ശരിയാണ്, നിങ്ങൾക്കറിയാം സുസ്ഥിര വികസനം ശരിയാകുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തതും ശരിയാണ്. പക്ഷേ നീതി ആയോഗിൽ 8 മുഴുവൻ സമയ അംഗങ്ങളുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഇതിനോട് ശരിയായ ഉത്തരമെന്ന് പറയുന്നത് 1 2 മാത്രമാണ്. 3 ശരിയായ ഉത്തരമല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഉത്തരമെന്ന് പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്ന വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. പ്രധാനമായും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത് ഇതെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അതായത് നിങ്ങൾക്കെല്ലാവരും ഞാൻ വീണ്ടും പറയുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തത് 2015 അത് ജാനുവരി 1 ഇത് സംബന്ധിച്ച് വന്നത്. ഇനി ഇതിനകത്ത് താഴെ പറയുന്ന നീതി ആയോഗിലെ ഭരണസമിതി അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും വരും എന്നിട്ട് പറയുന്ന ഇതിനകത്ത് നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നവരെ സംബന്ധിച്ച് സാധാരണ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെയർപേഴ്സൺ നീതി ആയോഗ്. വീണ്ടും ഞാൻ പറഞ്ഞത് പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർമാൻ ആരാണെന്ന് സാധാരണയായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് ഞാൻ മുമ്പ് ഉത്തരം പറഞ്ഞു തന്നതാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ CEO അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? അതായത് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഒന്നും കൂടെ പറയാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിനെ സംബന്ധിച്ച് ഫുൾ ഫോം എന്ന് പറയുന്നത്.